ഹലോ ഓൾ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറേ ദിവസം വീട്ടിൽ കുത്തിയിരുന്ന് ബോറടിച്ച് ഇന്നൊരു ദിവസം പുറത്ത് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും ഹൈനും കൂടി ഒന്ന് കണ്ണൂർ വരെ പോയിട്ട് വരാണ്. ഇന്നലെ രാത്രി ഹൈനു ചെരുപ്പിട്ടിട്ട് ഭയങ്കര ബഹളമായിരുന്നു. ചെരുപ്പിട്ടിട്ട് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട്. അന്നേരം ഇന്നലെ രാത്രി എന്തായാലും പോകാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് രാവിലെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഓണമൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ കണ്ണൂർ പോയില്ല. കണ്ണൂർ സാധാരണ ഓൺ ടൈമിൽ കുറേ തെരുവോര കച്ചവടക്കാരൊക്കെ വരും കേട്ടോ. അന്നേരം അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അന്നേരം അതിൻ്റെ ഇടയിലൂട്ടൊക്കെ ഒന്ന് നടക്കുക, ഇതൊക്കെയാണ് മെയിൻ എയിം. വാങ്ങുന്നതിലും കാടിയും കൂടുതൽ ഇതൊക്കെ കാണുമ്പോൾ ഒരു രസമല്ലേ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നേ. ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം ഫുള്ള് മഴ പെയ്ത് കുളവാക്കും. മഴക്കാറ് മാറിയില്ല കേട്ടോ. ഇനി മഴ പെയ്യുമെന്നും പറയാൻ കഴിയില്ല. നല്ലതുപോലെ മഴ പെയ്യാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ചൂടാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വേർത്ത് കുളിക്കാനും തുടങ്ങി. പിന്നെ ഒരു 12:05 ആകുമ്പം വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു ബസ്സുണ്ട്, നേരെ കണ്ണൂരേക്ക് പോകുന്നതാണ് ഡയറക്റ്റ്. അന്നേരം ആ ബസ്സിന് കയറാമെന്ന് വിചാരിച്ച് ഞാനും അമ്മയും വെയിറ്റ് ചെയ്യണേ. ബസ് വന്ന പാടെ ഞങ്ങൾ വേഗം കയറി. ബസ് കയറിയ പാടെ ഹൈനൂന് ഉറക്കം വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവൻ കിടന്ന് ഉറങ്ങാൻ വേണ്ടി നോക്കി കേട്ടോ. ഹൈനൂന് ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പുള്ളിക്കാരൻ കുറച്ച് കുരുത്തക്കേടുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും അങ്ങനെ പുറത്തേക്കൊന്നും പോകാറില്ല. വല്ലപ്പോഴും കൂടിയൊക്കെയാണ് പോവാറ്. പിന്നെ മാനേജ് ചെയ്യാനും എനിക്ക് ഒറ്റയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അമ്മയൊക്കെ ഉള്ളപ്പോഴാണ് പുറത്തേക്കൊക്കെ പോവാറ്. ഞാൻ സൈഡ് സീറ്റിലാണ് ഇരുന്നത്. അന്നേരം ഞാൻ പോകുന്ന വഴിക്ക് കണ്ടു ഞങ്ങളുടെ പഠിച്ച സ്കൂളിൻ്റെ നെയിം ബോർഡൊക്കെ. അത് കണ്ടപാട് ഭയങ്കര ഓർമ്മകളൊക്കെ വന്നു കേട്ടോ. ബസ്സിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടേ. ബസ്സിൽ നിന്ന് പാട്ട് കേൾക്കുമ്പോൾ നല്ലൊരു വൈബല്ലേ. ആ ഒരു പാട്ടൊക്കെ നമ്മൾ വീട്ടിലിരുന്ന് കേൾക്കുകയാണെങ്കിൽ പോലും അത്ര ഒരു വൈബ് ഉണ്ടാകത്തില്ല. പക്ഷെ ബസ്സിൽ ആ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും കേട്ടോ. അന്നേരം മാത്രം എന്താണെന്നറിയില്ല, ആ പാട്ടിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. വഴിയിൽ മുഴുവൻ തെരുവോര കച്ചവടക്കാർ ഈ പൂക്കളൊക്കെ വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ ഫുള്ള് റോഡ് മുഴുവൻ ഇതന്നെ ആയിരിക്കും കാണാനുണ്ടാകുന്നത്. ഇനി ഓണം തീരുന്നവരെ ഈ പൂക്കളെ വിപണിയാണ് കേട്ടോ. രാവിലെ പെട്ടെന്നെടുത്ത തീരുമാനമാണ് കണ്ണൂർ വരെ പോയി വരാമെന്ന്. നോക്കി, ഈ അംബാസഡർ കാർ കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ലേ. അത് കണ്ടപ്പോൾ എനിക്കതൊന്ന് ക്യാപ്ചർ ചെയ്യണം തോന്നി കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്റ്റേഡിയത്തിനാണ് ഇറങ്ങിയത്. നോക്കുമ്പോൾ അവിടെ കുറേ കച്ചവടക്കാർ വന്നിട്ടുണ്ടായിരുന്നു. കമ്മലൊക്കെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു കമ്മൽ വാങ്ങി. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാം ഇഷ്ടമായിരുന്നു. പക്ഷെ നമുക്ക് എല്ലാം വാങ്ങാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഒന്ന് വാങ്ങി. അതേപോലെ കുറേ കമ്മൽസിൻ്റെ ഒക്കെ കുറേ കളക്ഷൻസ് അവിടെ ഫുള്ളായിട്ട് കണ്ടു കേട്ടോ. അമ്മ കുറേ സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, മുണ്ട് കാര്യങ്ങളൊക്കെ. അന്നേരം റേറ്റ് കുറഞ്ഞിട്ടുള്ള മുണ്ട് കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് കുറേ അവിടെ റോഡ് സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നോർമൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, റോസ് പ്ലാന്റ്, അങ്ങനെ കുറേ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഓണം അടുക്കാറായതുകൊണ്ട് തന്നെ കുറേ കുറേ ആൾക്കാരുണ്ടായിരുന്നു കണ്ണൂർ. ജാതി ഭേദമന്യേ എല്ലാ മനുഷ്യന്മാരും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു. കാണാൻ തന്നെ ഭയങ്കര സന്തോഷം. മാവേലി സ്വപ്നം കണ്ട നാട്. വെയിലുള്ളതുകൊണ്ട് ഹൈനൂന് ക്യാപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഹൈനും അതിൻ്റെ ഇടക്കൂട്ട്, അമ്മ വാങ്ങുന്നതിൻ്റെ ഇടക്കൂട്ടെല്ലാം കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കേട്ടോ. ഓരോ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. വാങ്ങിയില്ലെങ്കിലും നമുക്കിതൊക്കെ കാണുമ്പോൾ നല്ല രസമല്ലേ. ഒരു ചേട്ടൻ കുട്ടികളെ സ്പെക്സൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അന്നേരം നോക്കുമ്പം ജിപേയിലായിരുന്നു ക്യാഷ് ഉണ്ടായിരുന്നു. അമ്മ പറഞ്ഞു എന്നാൽ പിന്നെ വാങ്ങണ്ടെന്ന്. പക്ഷെ ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ കൂട്ടി ഞാനത് വാങ്ങി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സ്പെക്സ്. എന്നിട്ട് പിന്നെ ഓരോ ഷോപ്സിലും നമ്മളിങ്ങനെ കയറി ഇറങ്ങി. ഫുൾ തെരുവോര കച്ചവടക്കാർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കുറേ പൂക്കളൊക്കെ വെക്കുന്നവരും ഉണ്ടായിരുന്നേ. എല്ലാം വെറൈറ്റി കളേഴ്സാണ്. ഇപ്പോൾ ഒക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ എന്തായാലും കൊള്ളും, അത്രയും പൈസയാണ് പൂവിനൊക്കെ. മുറ്റത്തൊന്നും പൂവൊന്നും പറിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ പൂവ് ഇട്ടില്ല. ലാസ്റ്റ് ഡേ എങ്കിലും പൂവിടണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. നേരെ ലാസ്റ്റ് ഡേ തലേന്ന് പോയി വാങ്ങാമെന്നൊക്കെയാണ് പ്ലാൻ കേട്ടോ. ഞങ്ങൾ ഉച്ച സമയത്ത് വന്നതുകൊണ്ടാണ് ഇത്ര കുറവ് ആൾക്കാർ. വൈകുന്നേരമൊക്കെ ആകുന്ന സമയത്താണെങ്കിൽ നല്ല തിരക്കായിരിക്കും, കുറേ ആൾക്കാരുണ്ടാവും. കൊച്ചിനെയും കൊണ്ടൊന്നും നടക്കാൻ പറ്റത്തില്ല, അത്രയും തിരക്കായിരിക്കും കേട്ടോ. കുറേ കൃഷ്ണൻ്റെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ വിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പൂക്കളും എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞങ്ങൾ സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഫുള്ള് നടന്നിട്ട് എല്ലാ സാധനങ്ങളൊക്കെ കണ്ടു കേട്ടോ. കുറേയൊക്കെ വാങ്ങി, കുറേയൊക്കെ കണ്ടു. പിന്നെ ഫുട്പാത്തിലേക്ക് വന്നിട്ട് ചെരുപ്പൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ പോയി കേട്ടോ. സാധാരണ ഇവിടെ ഫുട്പാത്തിലൊക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ ചെരുപ്പൊക്കെ വാങ്ങാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ ചെരുപ്പൊന്നും വാങ്ങിയില്ല. അങ്ങനെ ഒരു 1:30 കഴിഞ്ഞ് കാണും. അന്നേരത്തേന് നല്ല വിശപ്പ് വന്നപ്പോൾ ഞങ്ങൾ വേഗം ഹോട്ടലിൽ കയറി കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഹൈനൂനും എനിക്കും ബിരിയാണിയാണ് ഏറ്റവും ഫേവറേറ്റ് ഫുഡ്. അന്നേരം ബിരിയാണി തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ചു കേട്ടോ. അമ്മേൻ്റെ ഒരു ഫ്രണ്ട് കൂടി ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കും എന്തൊക്കെയോ ചെറിയ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നേരം അവരും കൂടി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു കേട്ടോ. കണ്ണൂർ ടൗണിൽ തന്നെ. ആ ഒരു ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാൽ ആ ടൈം ഞാൻ ലൈവ് ഇട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ പിന്നെ അവിടെ തണൽമരം ഉണ്ടായിരുന്ന അതിൻ്റെ തണലത്ത് കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. അമ്മേൻ്റെ ഫ്രണ്ട്സൊക്കെ വരാമെന്ന് പറഞ്ഞില്ലേ, 2 പേര് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവരെയും കാത്ത് നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ അന്നേരം വീട്ടിലേക്ക് പോകണം, തിരിച്ചു പോകണം എന്നൊക്കെയുള്ള മൈൻഡിലായി. കാരണം കൊച്ചിനെ കൊണ്ടല്ലേ വന്നത്. ഭയങ്കര ടയേർഡായിപ്പോയി. കൊച്ചിനെ എടുത്ത് കുറേ നേരം നടക്കുകയൊക്കെ ചെയ്തില്ലേ. പിന്നെ ഇങ്ങനെ വല്ലപ്പോഴും പുറത്ത് വരുന്നതുകൊണ്ട് ഹൈനുവിന് ഭയങ്കര സന്തോഷം. അന്നേരം അവിടെ ഒരു ഫുട്പാത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നേരം റോഡിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി കൈവരിയൊക്കെ ഉണ്ട്. അന്നേരം പിന്നെ ഞാൻ അവനെ താഴെ നിർത്തി. അവനിപ്പം നടക്കാൻ പഠിച്ചതുകൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചെരുപ്പുള്ളതുകൊണ്ട് കുട്ടി വേഗം നടക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് കളിച്ചു കേട്ടോ. ഹൈനുവും അമ്മയും പിന്നെ അതിലേ കുറേ നേരം നടന്നു. ഹൈനു ഒറ്റയ്ക്ക് നടന്നു. കുറേ നാൾ കൂടി പുറത്തിറങ്ങിയതിൻ്റെ സന്തോഷമാണ് അവന് ഭയങ്കര ഇഷ്ടമായി. ഇന്നത്തെ പുറത്ത് പോയിട്ട് ഇങ്ങനെ പുറത്തിങ്ങനെ ഔട്ടിങ്ങിനൊക്കെ പോയതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമായി. എന്തെങ്കിലും സാധനം വാങ്ങാനാണെങ്കിലും പലപ്പോഴും പോകുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ്. റോഡിൽ പോകുന്ന ആൾക്കാരോടൊക്കെ ഹൈനു സംസാരിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കാത്തിരിപ്പിന് ശമനം എന്ന പോലെ അമ്മേൻ്റെ ഫ്രണ്ട്സ് വന്നു കേട്ടോ. അവർ വന്ന് ഹൈനുവിന് എന്താ കളിക്കാൻ വേണ്ടതെന്ന് വെച്ചപ്പോൾ അവൻ 2 സ്റ്റീൽ പാത്രമാണ് കേട്ടോ എടുത്തത്. എനിക്ക് ആ പാത്രം തൂക്കിയിട്ട് അവരതിലേ ഫുള്ള് നടന്നു കേട്ടോ. ഭയങ്കര കോമഡി ആയിരുന്നു. അത് കഴിഞ്ഞാട് ഞങ്ങൾ വേഗം പോയി ചായ കുടിച്ചു കേട്ടോ. ചായയും പിന്നെ എന്തൊക്കെയോ ചായക്കടിയൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾക്കുള്ള ബസ് കിട്ടി. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. എന്താ വെച്ചാൽ ഓൾമോസ്റ്റ് ടയേർഡായി. അവർ പിന്നെയും ടൗണിൽ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വേഗം വീട്ടിലേക്ക് വന്നു. വേറെ ഒന്നുമില്ല. അന്നേരം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പിന്നെ ശരി, ടാറ്റാ.